സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. അവർ ആരാണ്? കത്തോലിക്ക വിശ്വാസ വിരുദ്ധരോ യുക്തിവാദികളായി സ്വയം ആദരിക്കുന്നവരോ? എറണാകുളം മാടവന പള്ളിയിൽ തിരുവോസ്തി മാംസരക്ത രൂപങ്ങൾ പൂണ്ടത് സംബന്ധിച്ച് വിവാദമുണ്ടാക്കുന്ന ചിലരെ കുറിച്ചാണ് ചോദിക്കുന്നത്. അവരിപ്പോഴും വിവാദത്തിൽ നിന്ന് വിരമിക്കുന്നില്ല എന്നതുകൊണ്ട് ആര് തന്നെയായാലും മറുപടി ഒന്നേയുള്ളൂ. കത്തോലിക്ക സഭയെ വിശ്വാസ വിജ്ഞാനം ഗ്രഹിപ്പിക്കാൻ അവർ കഷ്ടപ്പെടാതിരിക്കട്ടെ. വിമർശകർ പൊതുവെ 3 തരത്തിലുണ്ട്. ഒന്ന്, കണ്ടതോ കേട്ടതോ ആയ കാര്യം വിവേചനം കൂടാതെ ദൈവിക അത്ഭുതമെന്ന് വിശ്വസിച്ചുകൂടാ എന്ന് ഓർമ്മിപ്പിക്കുന്ന വിശ്വാസികൾ. അവരുടെ വിമർശനം പ്രസക്തവും തിരുസഭ തന്നെ നിഷ്കർഷിക്കുന്നതുമായ കാര്യം. അക്കാരണത്താൽ തന്നെ രൂപതാധ്യക്ഷൻ അംഗീകരിച്ച് സഭയുടെ ഔദ്യോഗിക പഠനത്തിന് ശേഷം മാത്രമേ ഇത്തരം സംഭവങ്ങൾ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഔദ്യോഗിക ലിസ്റ്റിൽ പെടുത്താറുള്ളൂ. മാടവന സംഭവത്തിനും ഇത് ബാധകം. അങ്ങനെ നിർണയിക്കപ്പെടുന്നതിന് മുമ്പ് വിശ്വാസികൾ നിയന്ത്രണം വിട്ട് പെരുമാറുന്നതും അമിത പ്രചാരണം നടത്തുന്നതും ആശാസ്യമായി തിരുസഭ കരുതുന്നില്ല. ഇത്തരം സംഭവങ്ങളെ അത്ഭുതമായല്ല, അടയാളമായാണ് സ്വർഗം അനുവദിക്കാറ് എന്ന തിരിച്ചറിവും തിരുസഭയ്ക്കുണ്ട്. ദിവ്യകാരുണ്യത്തിലെ സത്താമാറ്റത്തെ അഥവാ തിരുവോസ്തിയും തിരുവീഞ്ഞും ഈശോയുടെ യഥാർത്ഥ ശരീര രക്തങ്ങൾ തന്നെയോ എന്ന് ഉത്തരവാദപ്പെട്ടവർ തന്നെ സംശയിച്ച സാഹചര്യത്തിലാണ് ചരിത്രത്തിൽ ഇത്തരം അടയാളങ്ങൾ കാണപ്പെട്ടിട്ടുള്ളത്. വിമർശിക്കുന്ന രണ്ടാമത്തെ കൂട്ടർ ദൈവത്തിലും യേശു ക്രിസ്തുവിലും വിശ്വസിക്കുന്നവർ. എങ്കിലും അവർക്ക് ദിവ്യകാരുണ്യ സത്താരഹസ്യം ബോധ്യമില്ല. കത്തോലിക്ക സഭക്ക് പുറത്തുള്ള ക്രൈസ്തവരാണല്ലോ അവരിലേറെയും. അവരിലെ ശബ്ദഘോഷക്കാർ പെന്തക്കോസ്തൽ വിശ്വാസികളും അവർ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നില്ല. തിരുവോസ്തിയും തിരുവീഞ്ഞും യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീര രക്തങ്ങളാണെന്ന് ഒട്ടുമേ വിശ്വസിക്കുന്നില്ല. ഇതിലൊന്നും പെടാത്തവരാണ് വിമർശകരിൽ മൂന്നാമത്തെ കൂട്ടർ. അവർക്ക് ദൈവത്തിലും യേശു ക്രിസ്തുവിലും ഒന്നും വിശ്വാസമില്ല. വിശുദ്ധ കുർബാനയുടെ കാര്യം പറയേണ്ടതുമില്ല. അവർ തിരുവോസ്തിയിലെ അടയാളത്തെയോ അത്ഭുതത്തെയോ അംഗീകരിക്കാത്തതിൽ പ്രത്യേകിച്ച് എന്തുണ്ടാകാൻ? പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ബഹളക്കാർ ചരിത്രമറിയാത്തവരോ അറിഞ്ഞില്ലെന്ന് ഭാവിക്കുന്നവരോ ആണെന്നതാണ്. കാരണം നിരവധി ദിവ്യകാരുണ്യ അത്ഭുത സംഭവങ്ങളുടെ നിര ചരിത്രത്തിലുണ്ടെന്നതും തിരുസഭ അംഗീകരിച്ചവ തന്നെ 100-ലേറെ വരുമെന്നും അവർ അറിയുന്നില്ല. അറിഞ്ഞിട്ടും ഭാവിക്കാത്തതോ എന്ന ചോദ്യം വിടാം. കുരിശിലെ യേശു ക്രിസ്തുവിന്റെ വക്ഷസിൽ കുന്തം കൊണ്ട് കുത്തിയ റോമൻ പടയാളി ജനിച്ച ഇറ്റാലിയൻ പട്ടണത്തിലാണ് ചരിത്രത്തിലെ ആദ്യ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതെന്ന കാര്യം അവരെ ഓർമ്മിപ്പിക്കാം. എന്തായാലും തിരുസഭ അംഗീകരിച്ച ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പട്ടികയ്ക്ക് ഇക്കാലയളവിൽ വലിയ പ്രസക്തിയുണ്ട്. എന്തെന്നാൽ ആ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഓൺലൈൻ ലൈബ്രറി അഥവാ വെബ്സൈറ്റ് പ്രദർശനം ഒരുക്കിയതാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റീസ് എന്ന ഇറ്റാലിയൻ ടീനേജർ വിശുദ്ധനെ നാമകരണം ചെയ്യാൻ തിരുസഭ അംഗീകരിച്ച് മുഖ്യ സുവിശേഷവൽക്കരണ പ്രവർത്തനം. തിരുസഭയും മാർപ്പാപ്പയും അത് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ 2 വസ്തുതകളുണ്ട്. ഒന്ന്, ഇത്രയേറെ അത്ഭുതങ്ങളെ തിരുസഭ അംഗീകരിക്കുന്നു. അന്ധവിശ്വാസമോ അമിത വിശ്വാസമോ ആയി തള്ളുന്നില്ല. 2, ഈ അടയാളങ്ങളെ വിശ്വാസികളിൽ എത്തിച്ചത് സുവിശേഷ പ്രവർത്തനമായും വിശുദ്ധ കർമ്മമായും സ്വർഗം അംഗീകരിച്ചിരിക്കുന്നു എന്ന്. ഇത് മനസ്സിലാക്കാൻ കത്തോലിക്ക വിശ്വാസികൾക്ക് കഴിയൂ എന്നതും സമ്മതിക്കാം. എന്നാൽ അനേകം നിരീശ്വര നാസ്തിക യുക്തിവാദ ഘോഷക്കാർ വിഹരിക്കുന്ന ഈ ലോകത്ത് ദിവ്യകാരുണ്യ വിശ്വാസവും അടയാളങ്ങളും ഏറ്റുപറയാനും അംഗീകരിക്കാനുമുള്ള അവകാശ സ്വാതന്ത്ര്യങ്ങൾ കത്തോലിക്ക തിരുസഭയ്ക്കുണ്ട്. അക്കാര്യം
മാടവന സംഭവത്തിലെ വിമർശന ബഹളക്കാർ ഓർമ്മിക്കുക. അതേ അവകാശവും സാധ്യതയും കേരളത്തിലെ എറണാകുളത്തെ തിരുസഭാ സമൂഹത്തിനും ഉണ്ടെന്നും യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയുടെ ഇതര മുഖങ്ങളും കൈക്കിലുള്ളത് കൊണ്ട് ദിവ്യകാരുണ്യ അടയാളങ്ങളെ വിമർശിച്ച് ഇല്ലാതെയാക്കാനോ അത് ഏറ്റുപറയുന്നവരെ അമർച്ച ചെയ്യാനോ തങ്ങൾക്ക് കഴിയുമെന്ന വിചാരം അവരെ വഞ്ചിക്കാതിരിക്കട്ടെ. വിദേശത്തു നടന്ന കാര്യങ്ങളെ ഇല്ലാതാക്കാൻ ശേഷിയില്ലെങ്കിലും എറണാകുളത്ത് സമ്മതിക്കില്ല എന്നതാണ് വിമർശകരുടെ പ്രതീക്ഷയെങ്കിൽ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥനാപൂർവകമായ സഹതാപമേ അവരെ അറിയിക്കാനുള്ളൂ. ഒരിക്കൽ കൂടി സഭയുടെ ശരിയായ സമീപനം ചൂണ്ടിക്കാട്ടുന്നു. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വിവേചനം കൂടാതെ ദൈവിക അടയാളമെന്നോ അത്ഭുതമെന്നോ തിരുസഭ അംഗീകരിക്കുന്നില്ല, അങ്ങനെ വിശ്വസിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. പക്ഷേ ദിവ്യകാരുണ്യ അടയാളങ്ങളിൽ തിരുസഭയ്ക്ക് ബോധ്യമുണ്ട്. അവ നിർണയിക്കാൻ തിരുസഭയ്ക്ക് സംവിധാനമുണ്ട്. അത് തിരുസഭയുടെ അവകാശവും അധികാരവുമാണ്. അതിന് തിരുസഭ യുക്തിവാദികളുടെ അനുമതി കാത്തുനിൽക്കുന്നില്ല. മാടവന സംഭവത്തിൽ വിമർശകർ പഴിച്ചത് തിടുക്കത്തിലുള്ള പ്രചാരണത്തെയാണോ ദിവ്യകാരുണ്യ അത്ഭുതമെന്ന സാധ്യതയെ തന്നെയാണോ എന്നൊക്കെ അന്വേഷിക്കുന്നത് പ്രയോജനമില്ലാത്ത കാര്യം. ആരു പഠനം നടത്തി അന്തിമമായി പറഞ്ഞാലും ദൈവിക പ്രവൃത്തിയെ അംഗീകരിക്കുന്നവരല്ലല്ലോ അവർ. നാസ്തിക യുക്തിവാദികളുടെ അനുമതിന്മേലല്ല തിരുസഭയുടെയോ വിശ്വാസത്തിന്റെയോ നിലനിൽപ്പ്, അന്ധവിശ്വാസങ്ങളിലുമല്ല. മാടവന സംഭവം സംബന്ധിച്ച് കത്തോലിക്ക വിശ്വാസികൾക്ക് വേണ്ട പ്രബോധനം തിരുസഭ നൽകും. അവരെ ആശയക്കുഴപ്പത്തിലാക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. മറ്റാരെങ്കിലും ഇത് വിശ്വസിച്ച് സഭയിലെത്തുകയോ നാസ്തികവാദം വിടുകയോ ചെയ്യുമെന്നാണ് ആരുടെയെങ്കിലും ഭീതിയെങ്കിൽ തിരുസഭയ്ക്ക് അക്കാര്യത്തിൽ പങ്കില്ല. തിരുവോസ്തി രക്തമാംസങ്ങളായി എന്നത് വിശ്വാസികളെ കബളിപ്പിക്കുന്ന തട്ടിപ്പായും കുറ്റകൃത്യമായും വ്യാഖ്യാനിക്കുന്നവരുടെ ധാരണ ഇത് എറണാകുളത്തെ ഇന്നത്തെ തലമുറക്കാർ കണ്ടുപിടിച്ച ഏതോ വിശ്വാസ വ്യാപന കപടവിദ്യയാണെന്നാവാം. സ്വന്തം അറിവുകേട് മറ്റുള്ളവർക്ക് ബാധ്യതയാകാതെ നോക്കാൻ അവരെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു എന്നേ ഇപ്പോൾ പറയാനാകൂ. സിനിമാ ലോകത്തിനുള്ളിൽ സാംസ്കാരിക ലോകത്തിന്റെ നടുത്തളത്തിൽ ചായില്യം പൂശി ദുർഗന്ധം വമിക്കുന്ന കുഴിമാടങ്ങളുണ്ട് എന്ന് കേരളം ആദ്യമായി കേൾക്കുകയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് സിനിമയിലെ ലൈംഗിക വഷളത്വത്തിന്റെ ഒട്ടും പുതിയ അറിവല്ല. അത് പൊതുവിജ്ഞാനമുള്ള ആരെയും ഞെട്ടിക്കുന്നുമില്ല. ഔദ്യോഗികമായ ആദ്യത്തെ വിശദമായ രേഖപ്പെടുത്തലും വെളിപ്പെടുത്തലും എന്നു മാത്രം. അതേസമയം കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പലതും പുതിയതാണ്, ജനങ്ങളുടെ ചെവിയിൽ ആദ്യമായി എത്തുന്നവ. ഉഭയസമ്മത ബന്ധങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സിനിമാ പ്രലോഭനത്തിന് മുമ്പിൽ മറ്റു നഷ്ടങ്ങൾ ചെറുതെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവരെ കുറിച്ചുമല്ല. ഇത് സിനിമാ മേഖലയിലുള്ളവർക്കുള്ള സദാചാര പാഠവുമല്ല. എന്നാൽ നിയമവാഴ്ചയുള്ള നാട്ടിൽ നിരവധി ദുരാധിപത്യ ശ്രമങ്ങളുടെ കൂടാരങ്ങളായി സിനിമാ സെറ്റുകളും ബന്ധപ്പെട്ട ഇടങ്ങളും എന്നല്ല, സിനിമ തന്നെയും മാറുന്നത് വെല്ലുവിളിയാണ്. സ്ത്രീകൾക്കെതിരായ ലൈംഗികാധിപത്യവും മനുഷ്യാവകാശ നിഷേധവുമാണ് ഈ ദുഷ്ടതകളുടെ പട്ടികയിൽ മുന്നിലുള്ളത്. കേരളത്തിലെ മാത്രം കാര്യമല്ലെന്നേയുള്ളൂ. കാസ്റ്റിംഗ് കൗച്ച് എന്നത് പുറത്തു നിന്നെത്തിയ ഭാഷാപ്രയോഗമാണ്. ദശകങ്ങൾക്ക് മുമ്പ് തന്നെ ഹോളിവുഡിലടക്കം നിലനിന്ന പ്രവണതയുടെ പേര്. എവിടെയും ഷോ ബിസിനസിന്റെ ഇരുണ്ട വശം. കേരളത്തിലെ വഷളത്വം മറ്റെല്ലാ ഇടങ്ങളെയും തോൽപ്പിക്കുന്നു എന്ന് പറയേണ്ടു. സിനിമാ നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ സംരംഭമാകുന്നത് കൊണ്ടും ആരെ ഏത് ജോലിക്ക് വെക്കണമെന്ന് തീരുമാനിക്കാനും തിരിച്ചയക്കാനും നിർമ്മാതാക്കൾക്കോ നിർമ്മാതാക്കളെ നിയന്ത്രിക്കാൻ പോന്ന സംവിധായകർക്കോ
സംവിധായകരെ വരച്ച വരയിൽ നിർത്തുന്ന സൂപ്പർ സ്റ്റാർ വേഷം കെട്ടുകാർക്കോ അവരെല്ലാം ഉൾപ്പെട്ട ദുഷിച്ച ശക്തി കേന്ദ്രങ്ങൾക്കോ കഴിയുന്നു എന്നതുകൊണ്ടും സംഭവിക്കുന്ന കാര്യം. സിനിമയുടെ പ്രലോഭനത്തിന് മുമ്പിൽ ഇതൊക്കെ നിസ്സാരമായി കരുതി സ്വമേധയാ സമ്മതം നൽകുന്നവർ ഉള്ളത് കൊണ്ടുകൂടി സംഭവിക്കുന്നത്. അവരെയും കാടടച്ച് കുറ്റപ്പെടുത്താനാവില്ല. ചെറുത്തുനിന്ന് കാലുറപ്പിക്കാനോ പൊടിയും തട്ടി മടങ്ങാനോ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ നിവൃത്തിയില്ലാതെ വന്നതാകാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ യഥാർത്ഥ പോർമുന ചലച്ചിത്ര പ്രവർത്തകരുടെ സദാചാര നിലവാരത്തിന് നേർക്കല്ല. സിനിമാ കൂടാരത്തിലെ പ്രവണതകൾ ആധിപത്യപരവും ആക്രമപരവും ആകുന്നതിനു നേരെയാണ്. ഏതാനും പേരുൾപ്പെട്ട ശക്തി സംഘം സ്ത്രീകളുടെ മാനത്തെയും മറ്റുള്ളവരുടെ സാധ്യതകളെയും കീഴടക്കുന്നതിനും സർക്കാരിനെ വരെയും നിയന്ത്രിക്കുന്നവരായി വാഴുന്നതിനും എതിരെ റിപ്പോർട്ട് പുറത്തു വരുന്നത് വൈകിച്ചു എന്നതും അതിലെ പല ഭാഗങ്ങളും ഒഴിവാക്കി എന്നതും സർക്കാരിന് നല്ല പേരല്ല നൽകുന്നത്. ദുഷ്ടപ്രവണതകളുടെ തലപ്പത്തുള്ള ചിലർക്കെങ്കിലും പ്രഹരമേൽപ്പിക്കുന്നില്ലെങ്കിൽ റിപ്പോർട്ട് പാഴ് എന്ന് പറയേണ്ടി വരും. പാഴാക്കിയതിന്റെ ഉത്തരവാദിയായി സർക്കാരിനെ ജനങ്ങൾ അപ്പീലില്ലാതെ വിധിക്കുകയും ചെയ്യും. സ്ത്രീ ചൂഷകർക്കും ലൈംഗികാധിപത്യവാദികൾക്കും പുതിയ തഴമ്പിന്റെ സുരക്ഷയായി അത് മാറുമെന്നതാണ് വലിയ അപകടം. ഇതുവരെ ചെയ്തു പോന്നത് കൂടുതൽ ക്രൗര്യത്തോടെ തുടരാൻ അവർക്കത് കവചമാകും. ഹേമ കമ്മിറ്റി വന്നിട്ട് എന്തു ചെയ്തു? ഞങ്ങളെ ആരും തൊടില്ല എന്ന പരിഹാസത്തോടും അഹന്തയോടും കൂടെ അവർ ഇരകളുടെ നേരെ വീണ്ടും തിരിയുന്ന കാഴ്ച മാത്രമാകും ഫ്ലാഷ് ഫോർവേഡിൽ അവശേഷിക്കുക. ഒരാളെങ്കിലും പരാതി തന്നാൽ ഏത് ഉന്നതനെതിരെ ആയാലും നടപടി എടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേൾവിക്ക് നല്ലത് തന്നെ. പുറമെയുള്ള ഉറപ്പ് യഥാർത്ഥത്തിൽ ആ വാക്കുകൾക്കുണ്ടോ? പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം ഒരാളും പരാതി നൽകാൻ പോകുന്നില്ല എന്നാണോ? അങ്ങനെ ഒരു ധൈര്യം ആർക്കൊക്കെയോ ഉണ്ടെന്നാണോ? നൂൽവണ്ണത്തിലെങ്കിലും പ്രതീക്ഷയാകുന്നത് കോടതി ഇടപെടുന്നു എന്നതും മാത്രമാണ്. ആ പ്രതീക്ഷയും എത്രടം വരെ എന്ന് കാത്തിരുന്നേ ഉറപ്പിക്കാനാകൂ. സ്ത്രീകൾക്ക് മേലുള്ള ആധിപത്യവും അതിക്രമവും ചൂഷണവും മാത്രമല്ലല്ലോ ആശങ്കയുടെ വിഷയങ്ങൾ. നാടിനെ ബാധിക്കുന്ന ദൂരവ്യാപക ശക്തിയുള്ള മറ്റൊന്ന് സിനിമയിലെ ദുഷ്പ്രമേയ പ്രവണതയാണ്. കുറെ വർഷങ്ങളായി മലയാള സിനിമയിലൂടെ ചിലർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ട മതാധിപത്യ ലക്ഷ്യത്തോടെയുള്ളതും ലൈംഗിക വഷളത്വങ്ങളെയും ദാമ്പത്യ വിരുദ്ധതയും ആഘോഷമാക്കുന്നതുമായ പ്രമേയ രചനകൾ. ലൈംഗിക വഷളത്വങ്ങൾ ക്രൈസ്തവ കഥാപാത്രങ്ങളുടെ സ്വഭാവമായി ചിത്രീകരിച്ചും ഇസ്ലാമിക നാമധാരികളെ വെള്ളയടിച്ച സാത്വിക പാദങ്ങളായി അവതരിപ്പിച്ചു നടപ്പാക്കുന്ന ആശയ പ്രചാരണം. ഇക്കൂട്ടരുടെ പ്രമേയങ്ങളിൽ ഭൂരിപക്ഷ മതത്തിനുമില്ല സത്സ്വഭാവ രേഖ. ഇത് കലയുടെയും കഥയുടെയും ഭാഗം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ആരും ശ്രമിക്കണമെന്നില്ല. അത്രയ്ക്ക് പ്രകടനവും ദിശാപരവുമാണ് സമീപ വർഷങ്ങളിൽ ചിലർ ഇറക്കിയ സിനിമകളുടെ ഉള്ളടക്കവും അവ ക്രൈസ്തവർക്കും ക്രൈസ്തവ സമുദായത്തിനും നൽകിയ മുഖവും. ഇത് ഒറ്റപ്പെട്ട പിശകുകളല്ലെന്നും നാടിന് പുറത്തു നിന്ന് വന്ന അജണ്ടയുടെ ഭാഗമെന്നും മനസ്സിലാക്കാൻ കപട മതനിരപേക്ഷത വിഴുങ്ങുന്നവരാകാതിരുന്നാൽ മതി. സ്ത്രീകളെ വിലകെട്ടവരായി കരുതാൻ മടിക്കാത്തവർ തന്നെയാണ് ഈ ക്രൈസ്തവ വിരുദ്ധ ചലച്ചിത്ര പ്രവണതയുടെ പ്രയോജകരും. ഇത് പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയും ഉണ്ടാകില്ല. സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ തന്നെ ഈ പ്രവണതയെയും പിന്തുണച്ച് സമൂഹത്തിൽ ഉള്ളപ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് ക്രൈസ്തവരും ഭൂരിപക്ഷ സമുദായവും ഒക്കെയാണ്. ഒരു കാര്യത്തിൽ സംശയമില്ല, ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാട്ടിയ തിന്മ നിയന്ത്രണം വരുത്താൻ സർക്കാരിനോ മറ്റാർക്കെങ്കിലുമോ കഴിഞ്ഞാൽ പ്രമേയ ദുഷ്ടതകളുടെ കാര്യവും നിയന്ത്രിക്കപ്പെടും. പരാതിയുള്ള ഏതു സമൂഹത്തിനും ചോദ്യം ചെയ്യാമെന്ന അവസ്ഥ തിരികെ കിട്ടും.
പിടിച്ചു കെട്ടാൻ ആളില്ലാത്ത കുതിരയെ പോലെ മലയാള സിനിമാ രംഗത്തെ വഷളത്തങ്ങൾ മുന്നോട്ട് തന്നെ കുതിക്കാൻ ഇനി സർക്കാർ മൗനാനുവാദം കൊടുക്കരുത്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.